ഹായ് ഹലോ, നമ്മളിതാ നാട്ടിലേക്ക് പോവുകയാണ്. ഇന്ന് നൈറ്റാണ് കേട്ടോ നമുക്ക് ഫ്ലൈറ്റ്. ഇന്നെന്ന് പറയുമ്പോൾ 23-ാം തീയതി രാത്രി ഫ്ലൈനാസിനാണ് നമ്മൾ പോകുന്നുണ്ടായിരുന്നത്. നമ്മളിതാ റെഡിയായി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്നുമില്ലാത്ത വാശിയും കരച്ചിലൊക്കെ ആയിരുന്നു കേട്ടോ മോൻക്ക് ഇന്ന്. അത് എന്താണെന്നറിയില്ല, മോനെ റെഡിയാക്കാൻ പോലും നമ്മളെ കൊണ്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. റൂമിലിട്ട് അതേ ഡ്രസ്സോടെയാണ് നമ്മളെടുത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര കരച്ചിലായിരുന്നു ആൾ. വണ്ടിയിൽ ഇറങ്ങിയിട്ടും ഡോറൊക്കെ തുറക്കുക തന്നെയായിരുന്നു. തീരെ അങ്ങോട്ട് കൺട്രോൾ ആവണ്ടായിരുന്നില്ല. പിന്നെ എങ്ങനെയൊക്കെയോ നമ്മൾ അവനെ ഉറക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉറങ്ങിയതിന് ശേഷമാണ് ഒന്ന് കൂളായത്. ഉറങ്ങി എഴുന്നേറ്റപ്പോഴും പിന്നെ വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഇല്ലാണ്ട് പോയിട്ടോ. പിന്നെ അവൻ ഉണർന്നതിൻ്റെ ശേഷം നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിലും സമ്മതിക്കുന്നുണ്ടായില്ല. അതുകൊണ്ട് നമ്മൾ പിന്നെ ഇനി ഡ്രസ്സിൻ്റെ പ്രശ്നമാണോ വിചാരിച്ചിട്ട് വരുന്ന വഴിക്ക് ഒരു ഷോപ്പിലൊക്കെ കയറി വേറെ ഡ്രസ്സ് വാങ്ങി അതും ഇടിയിപ്പിക്കാൻ നോക്കുന്നുണ്ട്. സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല ആൾ. പിന്നെയെന്ന് പറഞ്ഞാൽ ഈ വീഡിയോ നിങ്ങൾ കാണുന്ന സമയത്താണെങ്കിൽ നമ്മൾ നാട്ടിലെത്തിയിട്ട് ഒരു 1 വീക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം നല്ല ലേറ്റ് ആയിട്ടുണ്ട് എഡിറ്റ് ചെയ്തിടാനായിട്ട്. ഇക്ക നാട്ടിലില്ലാത്തതുകൊണ്ട് തന്നെ ഇക്ക നടക്കേണ്ടിടത്തൊക്കെ ഞാനും ഉമ്മച്ചിയും കൂടി നടക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് എന്താ പറയുക, ഫുൾ തിരക്കായിപ്പോയി. അതുകൊണ്ടാണ്. പിന്നെ നമ്മുടെ എയർപോർട്ടിലാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇക്കയുടെ ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഫുഡൊക്കെ കഴിച്ച് പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ ഉള്ളൂ കേട്ടോ. നമ്മൾ എയർപോർട്ട് റോഡിൻ്റെ അടുത്താണ്. രാത്രി ആയതുകൊണ്ട് വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസും ട്രാവൽ വ്ളോഗ് അങ്ങനത്തെ ഒക്കെ കാണാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. ഇനി നാട്ടിലുള്ള ഒരുപാട് വീഡിയോസും കാര്യങ്ങളും വഴിയേ വരുന്നതായിരിക്കും കേട്ടോ. കാരണം എൻ്റെ വീട് വയനാടായതുകൊണ്ട് തന്നെ ട്രാവൽ വ്ളോഗും കാര്യങ്ങളൊക്കെ എടുക്കാൻ ഒരുപാട് സ്കോപ്പ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുത്. അപ്പം പിന്നെ ഇതാ നമ്മൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഫ്ലൈനാസിനാണ് നമ്മൾ പോകുന്നുണ്ടായിരുന്നതെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ സെപ്പറേറ്റ് ടെർമിനലായിരുന്നു. അതുകൊണ്ട് വലിയ ചെക്കിൻ ചെയ്യുന്നിടത്താണെങ്കിലും വലിയ തിരക്കോ കാര്യങ്ങളോ ഇല്ല. പിന്നെ നമ്മുടെ നാട്ടിലത്തെ സിസ്റ്റം പോലെയല്ല. നമുക്ക് ചെക്കിൻ ചെയ്യുന്നോടം വരെ പുറത്തുള്ള ആൾക്ക് കൂടെ വരാം. അപ്പോൾ പിന്നെ ഇക്ക വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും ഇല്ലാണ്ട് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് നമ്മൾ അകത്ത് കയറി കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ സെക്യൂരിറ്റി ചെക്കും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ നേരെ പോയത് വാഷ്റൂമിലേക്കാണ് മോനെ ചേഞ്ച് ചെയ്യാനായിട്ട്. ആളപ്പോഴും തീരെ സമ്മതിക്കുന്നുണ്ടായില്ല. ഡ്രസ്സ് ഇടുക അങ്ങനത്തെ ഒരു കണ്ടീഷനായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെയോ സമ്മതിപ്പിച്ച ടീഷർട്ട് ഇടിയിപ്പിച്ചിട്ടുണ്ട്. പാൻസ് ഇടാൻ അപ്പോഴും സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. വെറും പാമ്പേഴ്സും ടീഷർട്ടും ഇട്ടിട്ടാണ് ആൾ നടന്നിട്ടുണ്ടായിരുന്നത്. ഒരു കളിയായിരുന്നു മൊത്തത്തിൽ. പിന്നെ ഫ്ലൈറ്റിലും കൂടിയല്ല. അപ്പോൾ പിന്നെ വെറുതെ വാശി പിടിപ്പിക്കേണ്ട വിചാരിച്ച് നമ്മളും വലിയ എന്താ പറയുക ബലം പിടിക്കാൻ നിന്നില്ല. അങ്ങനെ അങ്ങോട്ട് വിട്ടു. അങ്ങനെ ഇതാ നമ്മളെ ഫ്ലൈറ്റൊക്കെ എത്തി. നമ്മളിതാ ഫ്ലൈറ്റിലേക്ക് പ്രൊസീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ടൈം ആയപ്പോഴത്തേക്കിനും മോൾക്ക് അത്യാവശ്യം ഉറക്കമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം വൈകിട്ടത്തെ കരച്ചിലും പിന്നെ പറഞ്ഞാൽ എയർപോർട്ടിൻ്റെ ഉള്ളിലുള്ള ഓടിക്കളി മൊത്തത്തിൽ ആൾ നന്നായിട്ട് ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവർ ഉറങ്ങണ ടൈമിൽ ആ ഒരു ഏകദേശം ടൈമൊക്കെയാണ് നമ്മൾ ഫ്ലൈറ്റ് എങ്കിലും സുഖമാണ്. നമ്മൾ ഫ്ലൈറ്റ് കയറുമ്പോഴത്തേക്ക് ഉറങ്ങും, അല്ലെങ്കിൽ ഫ്ലൈറ്റ് കയറി കഴിഞ്ഞ് ഉറങ്ങും. പകലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഉറങ്ങാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും എന്നോട് പറയില്ല രാത്രിയുള്ള ഫ്ലൈറ്റ് എടുത്താൽ മതിയെന്ന്. കാരണം അതാണ് നമുക്കൊന്നും കൂടി കംഫർട്ട്. അങ്ങനെ നമ്മളിതാ അകത്ത് കയറി സീറ്റൊക്കെ കണ്ടുപിടിച്ചതായി ഇരുന്നിട്ടുണ്ട്. നമുക്ക് എപ്പോഴും ഈ എന്താ പറയുക വിങ്സിൻ്റെ അടുത്തുള്ള സീറ്റായിരിക്കും കേട്ടോ കിട്ടുക. എനിക്കങ്ങനെ സീറ്റ് ചൂസ് ചെയ്യണമെന്നോ നമുക്കറിയില്ല. എപ്പോഴും ഇവിടെ ആയിരിക്കും കിട്ടുക കേട്ടോ. അങ്ങനെ ഇതാ ഫ്ലൈറ്റൊക്കെ ടേക്ക് ഓഫ് ആവുകയാണ്. ഭയങ്കര രസമാണ് കേട്ടോ. എന്താ പറയുക, പകലത്തേനും കാട്ടി അടിപൊളിയാണ് നൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നത് കാണാനായിട്ട്. കാരണം ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ്. ഈ സമയത്ത് മോൻ ഉറങ്ങായതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. അല്ലെങ്കിൽ കുഞ്ഞായതുകൊണ്ട് ചിലപ്പോൾ ചെവി വേദനയോ അങ്ങനെ എന്തെങ്കിലും വന്നാലോ എന്നൊരു പേടി. കാരണം പൊതുവേ മക്കൾക്ക് സിംറ്റംസ് അങ്ങനെ പറയലുണ്ട്. ഇതുവരെ മോൻക്ക് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. ആ സമയമാകുമ്പോൾ പിന്നെ ഇങ്ങനെ ഫീഡ് ചെയ്യുകയാണെങ്കിലും വലിയ പ്രശ്നമല്ല. അല്ലെങ്കിൽ ഉറങ്ങുകയാണെങ്കിലും നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല. അല്ലെങ്കിലാണ് കുറച്ച് സീനാവുക. അവൻ ഉറങ്ങില്ലെങ്കിൽ ഞാൻ എപ്പോഴും ഫീഡ് ചെയ്യലുണ്ട് കേട്ടോ. കാരണം ടേക്ക് ഓഫിൻ്റെ സമയത്തും അതെ ലാൻഡിങ്ങിൻ്റെ സമയത്തും അതെ ഫീഡ് ചെയ്യും. കാരണം അല്ലെങ്കിൽ ഇനിയിപ്പോൾ ആ സമയത്തൊരു ബുദ്ധിമുട്ടാവേണ്ട വെച്ചിട്ടാണ്. പിന്നെ അവൻ ഉറങ്ങുന്ന പിന്നെ മോൻ ഉറങ്ങുന്ന സമയമായതുകൊണ്ട് തന്നെ ഞാൻ മൂവിയും കാര്യങ്ങളൊക്കെ കണ്ട് അങ്ങനെ അങ്ങോട്ട് സമയം തള്ളി നീക്കിയിട്ടുണ്ടായിരുന്നു. കാരണം ഉറക്കം വരുന്നുണ്ടായില്ല. നമുക്ക് ഫ്ലൈറ്റിൽ നിന്ന് അങ്ങനെ ഉറക്കം വരില്ല പൊതുവേ. എൻ്റെ കാര്യം കേട്ടോ ഞാൻ പറഞ്ഞത്. പിന്നെ നമ്മളിതാ ലാൻഡ് ചെയ്തിട്ടുണ്ട്. അൽഹംദുലില്ലാ കുഴപ്പമൊന്നുമില്ല. സെക്യൂരിറ്റി ചെക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളിതാ ലഗേജ് എടുക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. 2 പെട്ടിയിൽ വേഗം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒന്നിന് പിന്നെ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വന്നു, എന്നാലും കുഴപ്പമില്ല. പിന്നെ നമ്മൾ പുറത്തിറങ്ങി നമ്മൾ പിക്ക് ചെയ്യാനായിട്ട് വരുന്നുണ്ടായിരുന്നത് ഇക്കയുടെ ഫ്രണ്ടും വൈഫുമാണ്. നമ്മുടെ വണ്ടി എടുത്തിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ.
അങ്ങനെ അവർ വന്ന് നമ്മൾ പിന്നെ പോണ വഴിക്ക് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടാണ് പോയത്. വീട്ടിൽ പോയി ചെന്നിട്ട് ഒരുപാട് പണിയുണ്ട്. ആകെ കാട് പിടിച്ച് പൊടിയൊക്കെ പിടിച്ച് കിടക്കുമായിരുന്നു. പിന്നെ അതൊക്കെ ക്ലീൻ ചെയ്തിട്ട് വേണമല്ലോ പിന്നെ നമുക്ക് കുക്ക് ചെയ്യാനായിട്ടൊക്കെ. അപ്പോൾ പിന്നെ അങ്ങനെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അങ്ങനെ നമ്മളിതാ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ടാറ്റാ.